ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, മർത്തുമറിയം വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റും ഞാൻ സഹോദരതുല്യം സ്നേഹിക്കുന്ന ആചാര്യശ്രേഷ്ഠനുമായിരിക്കുന്ന ഡോക്ടർ ഐസക് പ്രകാശച്ചൻ ഓർപ്പിച്ചല്ലോ. വാസ്തവത്തിൽ അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിലും സഭയിലും നാട്ടിലൊക്കെ ആയിരിക്കുമ്പോഴുള്ള സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. MGOCSMന് ഒരു നൂതന മുഖം നൽകുവാൻ തക്കവണ്ണമുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ സംഘാടക മികവ് ശ്രേഷ്ഠമാണ്. എൻ്റെ പിതാവിനോടൊപ്പം അധ്യാപകനായി ജോലി ചെയ്ത സഭയുടെ ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ എപ്പിഫാനിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ്റെ പിതാവ് ബേബി സാറും എനിക്ക് പിതൃതുല്യനാണ്. എപ്പോഴും വിളിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അച്ഛനെ സന്തോഷത്തോടെ എന്നെ ഈ സംരംഭത്തിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. കൂടാതെ സമാജത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജത്തിൻ്റെ സാക്ഷ്യമുള്ള പ്രവർത്തകരെ, വാസ്തവത്തിൽ മർത്തമറിയം വനിതാ സമാജം പരിശുദ്ധ സഭയിലെ ആധ്യാത്മിക സംഘടനകളിൽ അംഗസംഖ്യ കൊണ്ടും സാക്ഷ്യപ്രവർത്തനം കൊണ്ടും ഏറ്റവും മികവുറ്റതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഓർപ്പിച്ചതുപോലെ ഭദ്രാസനത്തിൻ്റെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വനിതാ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റായി കുറേ കാലം പ്രവർത്തിപ്പാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ വചനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് വിസിറ്റിനായിട്ട് അമേരിക്കയിലേക്ക് വന്നത്. നമ്മുടെ ന്യൂജേഴ്സിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ ബഹുമാനപ്പെട്ട ബാബു കെ മാത്യു അച്ഛൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ കടന്നു വന്നത്. പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം ആ ദേവാലയത്തിൽ വിവിധ പ്രത്യേക പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. ഇറ്റ് ഈസ് എ ടൈം ടു ഹിയർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള അവസരമാണ്. മെഡിറ്റേഷൻ ഈസ് എ ജേർണി ടു റിപ്പൻറ്റൻസ്. അനുതാപത്തിലേക്കുള്ള യാത്രയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ എന്നുള്ള സമർപ്പണത്തോടുകൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ശ്രവ്യ ദൃശ്യ മാധ്യമത്തിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം വളരെ ചിന്തനീയമായൊരു ഭാഗമാണ്. അതായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതായത് യൂദായുടെ ലേഖനം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു. വളരെ എത്ര അർത്ഥവത്തായ ഒരു ചിന്തയാണത്. ഞാനും നിങ്ങളും പതറിപ്പോകാവുന്ന, തളർന്നു പോകാവുന്ന, വീണു പോകാവുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ പ്രശസ്തമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സഭയുടെ പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ. ഞാൻ എൻ്റെ സഹധർമ്മിണിയുടെ ചെക്കപ്പിനായിട്ട് അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ ക്യാൻസർ വാർഡിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ ഞാൻ പരിശോധനയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു അമ്മ വളരെ ദുഃഖത്തോട് എന്നെ വിളിച്ചു. അച്ഛാ, ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനാണ്. അച്ഛന് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ മുറിയിലിട്ട് വന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മുറിയിൽ അസ്ഥിപഞ്ജരമായ ഏകദേശം 40-42 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് ക്ഷീണിതനായി വളരെ വേദനയിൽ കഴിയുകയാണ്. വൈദ്യശാസ്ത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യമെല്ലാം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഈ അമ്മ ഈ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടെ ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു. 42 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആരോഗ്യ ദൃഢഗാത്രനായി ഒരു ഉന്നത സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയെ ഒരു ദിവസം ഒരു ചെറിയ തലച്ചുറ്റലുണ്ടായി
അതിൻ്റെ പരിശോധനകളാണ് മാരകമായ ക്യാൻസർ രോഗത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, ഇന്ന് നമുക്കായിരിക്കുന്ന ബുദ്ധിയും ശക്തിയും ജ്ഞാനവും കഴിവും സമ്പത്തും എല്ലാം നമ്മുടെ കഴിവാണെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജന്മദേശത്ത് ഏകദേശം ഭവനങ്ങൾ പോറ്റുന്നതിന് വേണ്ടി കുവൈറ്റിൽ പോയ നമ്മുടെ സഹോദരങ്ങൾ, കേരളത്തിൽ നിന്ന് തന്നെ 24 പേര്, ഏകദേശം 50 പേര് അഗ്നിക്കിരയായി. സന്തോഷ ഭവനങ്ങൾ അവര് വിദേശത്തേക്ക് യാത്ര പോകുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ യാത്ര അയച്ച് ഇങ്ങനെ ഒരു മടങ്ങി വരവ് ഒരു കുടുംബവും പ്രിയപ്പെട്ടവരും ആഗ്രഹിച്ചില്ല എങ്കിലും ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വേദനയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു. വായിച്ച ലേഖന ഭാഗമായുണ്ട് അതിൻ്റെ ഒരു വാക്യം അമുഖമായി ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇന്ന് പല ഭദ്രാസനങ്ങളിൽ ഇതുപോലെയുള്ള ധ്യാനയോഗങ്ങൾ നടക്കുന്നു. എന്നാൽ ക്രമീകൃതമായി ഈ ഭദ്രാസനത്തിൽ നടക്കുന്ന ഈ ധ്യാനം ആർക്കെങ്കിലും ഒരു വലിയ മാറ്റത്തിനും ചിന്തയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകുന്നെങ്കിൽ അത് ഏറ്റവും അർത്ഥവത്തായി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യം, 16ഉം 22ഉം വാക്യങ്ങൾ. 55-ാം സങ്കീർത്തനം 16-ാം വാക്യവും 22-ാം വാക്യവും. Psalms 55 verse 16 and 22. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവൻ എന്നെ രക്ഷിക്കും. 22-ാം വാക്യം ഓർപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. Cast your curse on the Lord and he will sustain you. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനവധി പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇടയച്ചെറുക്കനായിരുന്ന ദാവീദ് ജീവിതത്തിൻ്റെ വലിയ ഔന്നത്യങ്ങളിൽ എത്തിയപ്പോഴും ഉയർച്ചകളും താഴ്ചകളും അനുകൂലവും പ്രതികൂലവുമായ ജീവിത സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ദാവീദിന്റെ ഈ സങ്കീർത്തനത്തില് ആമുഖമായി 3 വാക്കുകൾ ശ്രദ്ധേയമാണ്. യഹോവേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, ചെവി തന്ന് എനിക്ക് ഉത്തരമരുളണമേ. ഈ പ്രാർത്ഥന, ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ലയോ? ദൈവം എനിക്ക് വേദനയിൽ മറഞ്ഞിരിക്കുകയാണോ? അതോ എൻ്റെ സങ്കടങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ലയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന ദാവീദ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് താഴെ പറയുന്നുണ്ട് 3 വാക്യങ്ങളിൽ. ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു, എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, എന്നെ അവർ കോപത്തോട് ഉപദ്രവിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് ദാവീദിന്റെ മാത്രം ആത്മസംഘർഷമല്ല. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും, പറയുന്ന എനിക്കും ജീവിതത്തിൽ പലവിധ ഭാരങ്ങളുമായിട്ടാണ് കടന്നു പോകുന്നത്. ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം. ഒരു നാടൻ പ്രദേശത്തെ നമ്മുടെ ചൊല്ല് എത്ര ശ്രദ്ധേയമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഭാരങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്തിരിക്കുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും അടുത്തിരിക്കുന്നവന്റെ വേദന എന്തെന്ന് അറിഞ്ഞുകൂടാൻ എങ്കിലും നമ്മെ വ്യക്തമായും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് തുടർന്നുള്ള ഇതിന്റെ സന്ദേശം നമ്മെ ബോധ്യപ്പെടുത്തും. തൻ്റെ മകൻ പോലും തനിക്കെതിരെ നിന്നുകൊണ്ട് പടപൊരുതുമ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആശങ്കപ്പെട്ട് ജീവിതത്തിന്റെ നിരർത്ഥകത വിചാരിച്ച് നിരാശപ്പെടുന്ന ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ വേദനകളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, ഇതിന് സമാനമായി വേദനയും പരിഹാസവും നിന്ദയുടെയും മധ്യേ ദേവാലയത്തിലേക്ക് വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. 1 ശമൂവേൽ 1:11 മുതലുള്ള വാക്യങ്ങളിൽ. അവൾ ദേവാലയത്തിൽ വന്ന് പരിഹാസങ്ങളും നിന്ദകളും
കൂടെ വസിക്കുന്നവരുടെ കുത്തുവാക്കുകളൊക്കെ ഉണ്ടെങ്കിലും ദേവാലയത്തെ മറന്നു പോകാതെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അവൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ഹന്ന. അവൾ ദേവാലയത്തിൽ വന്ന് ദൈവസന്നദ്ധിയിൽ ഒരു നേർച്ച നേർന്നു. യഹോവേ, അടിയൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, അടിയന്റെ സങ്കടം ഒന്ന് നോക്കണമേ, അടിയനെ ഒന്ന് ഓർക്കണമേ, അടിയനെ മറക്കരുതേ. 3 പ്രാർത്ഥനകൾ. അർത്ഥത്തിൽ ദാവീദിന്റെ ആ നിസ്സഹായതയിലുള്ള നിലവിളിയും ഈ ഹന്നയുടെ പ്രാർത്ഥനയും തമ്മിൽ സാമ്യമുള്ളതായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. അത് എൻ്റെതായ വ്യക്തിപരമായ ചിന്ത മാത്രം, വേദശാസ്ത്രപരമായിട്ടല്ല ഞാൻ അതിനെ ഓർത്തിണക്കുന്നത്. ദൈവമേ ശ്രദ്ധിക്കണമേ, മറഞ്ഞിരിക്കരുതേ, ഉത്തരമരളണമേ. ദാവീദ് പ്രാർത്ഥിച്ചെങ്കിൽ ഹന്ന പ്രാർത്ഥിച്ചു, സങ്കടം നോക്കണമേ, അടിയനെ ഓർക്കണമേ, അടിയനെ മറക്കരുതേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ മധ്യേ ദാവീദ് അവലംബിച്ച പ്രശ്നപരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചുരുക്കമായും 2-3 സന്ദേശങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതാണ്. അതെ, പൊറുതിയില്ലാതെ ഞരങ്ങുന്ന, നീതികേട് ചുമത്തപ്പെട്ടിരിക്കുന്ന, മരണഭീതിയുടെ മധ്യത്തിൽ ഹൃദയം ഉള്ളിൽ വേദനിച്ച് കണ്ണുനീരോടുകൂടെ കഴിയുന്ന, നാളെ എങ്ങനെയെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്ന സന്ദർഭത്തിൽ ദാവീദ് ആഗ്രഹിക്കുന്നു, ഒന്നാമതായി പ്രശ്നപരിഹാരത്തിനുള്ള ഒന്നാമത്തെ മാർഗം മനുഷ്യസഹജമായി ദാവീദ് ചിന്തിച്ചു പോകുകയാണ്. പ്രാവിനുള്ളതുപോലെ ചിറക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒരു മനുഷ്യന് പക്ഷിയാകുവാനോ പക്ഷിക്ക് മനുഷ്യനാകുവാനോ സാധ്യമല്ലല്ലോ. ഇവിടെ ജീവിതത്തിൽ ഒരു എങ്ങും എത്തും പിടിയുമില്ലാതെ ഇരിക്കുമ്പോൾ മുങ്ങിത്താഴുവാൻ പോകുന്നവൻ ഒരു തുരുമ്പ് പോലും ആശ്രയമാകുന്നത് പോലെ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ ദാവീദ് ആഗ്രഹിച്ചു പോവുകയാണ്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന, പ്രശ്നങ്ങളിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ദാവീദ്. ഒന്നാമത്തെ ചിന്ത അതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പലവിധ പരിശോധനകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഓർത്ത് പല രീതിയിൽ ചിന്തിക്കാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. പ്രാവിനെ വേദപുസ്തകത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, നമുക്ക് പരിചിതമാണ്. അതായത് പഴയ നിയമകാലത്ത് മലങ്കാക്കയെ വെള്ളത്തിന്റെ നില അറിയുവാൻ തുറന്നു വിട്ടെങ്കിൽ അത് നല്ല സുഭിക്ഷ കാലം കണ്ടപ്പോൾ തിരിച്ചു വരാതിരുന്നത് പോലെ അല്ല, പ്രാവ് ഒരു ഇലയുമായി യജമാന്റെ അടുക്കൽ കടന്നു വരുന്നു നോഹയുടെ പ്രളയത്തിന്റെ കാലത്ത്. പുതിയ നിയമത്തിൽ കർത്താവ് യോഹന്നാനിൽ നിന്ന് സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങിയതായിട്ട് നാം വായിക്കുന്നു, സാക്ഷിക്കുന്നു. പ്രാവ് അങ്ങനെ നമ്മുടെ ആരാധനയിൽ വളരെ അർത്ഥവത്തായ ഒരു പക്ഷിയുടെ പ്രതീകമായി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ അതിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രാവിന് സന്ദർഭവശാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും എന്താണ് പ്രാവിന്റെ പ്രത്യേകത? പ്രാവിന്റെ ജീവിതത്തെ ഒരു വിശ്വാസിയുടേതായി തീരേണ്ട ജീവിത മാതൃകളോട് ചിന്തകർ കോർത്തിണക്കിയിട്ടുണ്ട്. ഒന്ന്, പ്രാവ് കൂട്ടം വിട്ട് നടക്കുകയില്ല, ജീവിക്കുകയില്ല. ഇതെന്താണ് വിശ്വാസിക്ക് തരുന്ന സന്ദേശം? നാടുവിട്ട് ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ പാർക്കുമ്പോഴും ഒരു സഭയുടെ മഹത്തായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മർത്തമറിയൻ സമാജത്തിന്റെ അംഗങ്ങൾ പല ദേശങ്ങളിലാണെങ്കിലും ഏക മനസ്സോട്, ഐക്യത്തോട്, സഭാസ്നേഹത്തോടു കൂടെ ഒന്നിച്ച് ജീവിക്കുന്നു. ഈ കൂട്ടവും കൂട്ടായ്മയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടാമതായി പറയുന്നു, തമ്മിൽ തമ്മിൽ ഉപദ്രവിക്കുകയില്ല. പ്രാവുകൾ പരസ്പരം പടവെട്ടുന്നത് വളരെ വിരളമാണ്. അത് എപ്പോഴും ഒന്നിച്ച് സ്നേഹത്തോടുകൂടെ ആയിരിക്കും. വിശ്വാസ സമൂഹവും ആദിമ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ ഏക മനസ്സും ഏകഹൃദയവും ഉള്ളവരായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി, അശുദ്ധമായത് ഈ പക്ഷി ഭക്ഷിക്കുകയില്ല. വളരെ ശരീരമേനിയോടുകൂടെ, വൃത്തിയോടുകൂടെ, ഏറ്റവും യോജ്യമായതും ശുദ്ധമായതും മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ. ഒരു ദൈവ പൈതലിനും അവൻ സ്വീകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും തള്ളിക്കളയേണ്ടതുമായ നന്മകളും ആയതുപോലെ തന്നെ ഉപേക്ഷിക്കേണ്ടതായ ഒട്ടനവധി തിന്മകളുമുണ്ട്. നാലാമത്, കലഹമുള്ളിടത്ത് വസിക്കുകയില്ല. പണ്ടൊക്കെ പ്രാവുകൾ വസിക്കുന്നത് ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ശാന്തമായ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്ന്
ഈ സ്ഥലങ്ങളൊക്കെ അതിന് യോജ്യമാണോ എന്ന് പ്രാവിനോട് ചോദിച്ചാൽ പ്രാവ് ഒരു പക്ഷേ അതിന് എങ്ങനെ അഭിപ്രായം പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പോകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, അഞ്ചാമതായി പറയുന്നത് അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ, കുറുകിക്കരയുന്ന പ്രാവ്. അപ്പോൾ പ്രാവ് ഒത്തിരി വൈശിഷ്ട്യങ്ങളുള്ള ഒരു പക്ഷി. അതിൻ്റെ ജീവിത മാതൃകൾ മനുഷ്യനെ അനുകരിക്കുവാൻ തക്കവണ്ണമുള്ള ചിന്തകൾ ഞാനിവിടെ പകർത്തിയിരിക്കുമ്പോൾ, പ്രാവിനെ പോലെ പറന്നുയരുവാൻ, ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് സാധ്യമാകുകയില്ല. പ്രശ്നങ്ങളിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ സാധ്യമല്ല. അതിനെ ദൈവ കൃപ കൊണ്ട് നാം നേരിടണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാരകമായ രോഗങ്ങളിലൂടെയും കടബാധ്യതയിലൂടെയും ജീവിത സംഘർഷങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ ഒളിച്ചോട്ടം പ്രശ്നപരിഹാരമല്ല. ഇന്ന് യുവാക്കളുടെ ഇടയിലും കുടുംബ ജീവിതങ്ങളിലും കാണുന്ന അനിഷ്ട സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ ഈ ഒളിച്ചോട്ടത്തിന്റെ ചിന്തയിൽ ഉണ്ടാകുന്നതായ പ്രേരക കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് ദാവീദ് ആഗ്രഹിക്കുന്നു 9-ാം വാക്യം. 6-ാം വാക്യത്തിലാണ് പറഞ്ഞത്, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. രണ്ടാമത് 9-ാം വാക്യത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നു, കർത്താവേ സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. പ്രതികാരം കൊണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദ്. ഒന്ന്, പ്രശ്നത്തെ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ദാവീദെങ്കിൽ, 2, പ്രതികാര ബുദ്ധിയോട് ശത്രുക്കളുടെയും എതിരി നിൽക്കുന്നവരെയും തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദ്. അവിടെ പറയുന്നുണ്ട് 12-ാം വാക്യത്തിൽ, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല. പലപ്പോഴും സഭയ്ക്കും അതിൻ്റെ എല്ലാവിധമായ വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും അന്യരേക്കാൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തവരായിരിക്കാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ കൂടെ നിൽക്കുമെന്ന് നാം കരുതിയിട്ടുള്ളവരും നിൽക്കേണ്ടവരും പലപ്പോഴും ദൂരെ മാറി നിന്ന് പരിഹസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേദന തീവ്രമാകും. അവിടെ പറയുന്നുണ്ട് 12-ാം വാക്യത്തിൽ, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. നീയോ എനിക്ക് സമനായ മനുഷ്യനും പ്രാണസഖിയും പ്രാണസ്നേഹിതനും ആയിരുന്നു. സ്വന്തം മകൻ പോലും തനിക്കെതിരെ വാളുമായി നിൽക്കുമ്പോൾ ഈ ആത്മസംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ദാവീദ്. അപ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വേദനകൾ, അവിടെ ഒളിച്ചോട്ടം അഭികാമ്യമല്ല. 2, പ്രതികാര ബുദ്ധിയോടുള്ള വൈരാഗ്യം, പ്രവൃത്തി പരിഹാരമാർഗമല്ല. അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. എന്നാൽ പ്രശ്ന പരിഹാരം ദാവീദ് കണ്ടുപിടിക്കുന്നു. അതാണ് എനിക്ക് തരുവാൻ അടിവരയിട്ട് ഓർപ്പിക്കുവാനുള്ള പ്രധാന ചിന്ത. അതായത് 16-ാം വാക്യം. ദാവീദ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. യേശുവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കുന്ന ദാവീദ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പെയിൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് ചിന്തകർ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻ. പ്രതികൂലതകളുടെ മധ്യേ അനുകൂലമായി ചിന്തിക്കുവാനും ക്രമീകരിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് പെയിനിന് കൊടുത്തിരിക്കുന്ന ഒരു ചിന്തകന്റെ അർത്ഥ വ്യാഖ്യാനം. അനുഗ്രഹിക്കപ്പെട്ടവരെ, എല്ലാം പ്രതികൂലമാകുമ്പോഴും യേശുവിൻ്റെ പാദപീഠം നമുക്ക് ഏറ്റവും ആശ്വാസമായിട്ടുണ്ട് എന്ന് നാം പ്രത്യേകമായിട്ട് അറിയുക. ജീവിതത്തിൽ രോഗങ്ങള്, വേദനകള്, കഷ്ടതകള്, ദണ്ഡനങ്ങള് ആയതുപോലെ തന്നെ സഹോദരങ്ങൾ എല്ലാം, ഒറ്റവർ, സ്നേഹിതരെല്ലാം മാറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് ശക്തി പകരുന്നതാണെന്ന് ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ന് നാം ആരാധിക്കുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും ഈ ഒരു വലിയ വിശ്വാസം നമ്മിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മാസങ്ങളെ കുറിച്ച് നാട്ടിൽ പണ്ട് പറഞ്ഞിരുന്നത് പഞ്ഞമാസങ്ങൾ എന്നായിരുന്നു. അതായത് കൊടും മഴ, പുരകൾ മേയുവാൻ അവസരമില്ലാത്ത കാലങ്ങൾ, ഭക്ഷണത്തിനു വേണ്ടി ബന്ധപ്പെടുന്ന മാതാപിതാക്കൾ. അതെ, ഇല്ലായ്മയുടെ ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും ഇന്ന് പരസ്പരം സമൃദ്ധിയുടെ മധ്യത്തിൽ നമുക്കുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. രക്ഷാ സൈന്യ സഭയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അപജയങ്ങൾക്ക് 5 കാരണങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റിലീജിയൻ
വിതൗട്ട് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവില്ലാത്ത മതാത്മകത ഇന്നും അതൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. 2, ഫെയ്ത്ത് വിതൗട്ട് റിപ്പൻറ്റൻസ്. വിശ്വാസികളാണ്, വിശ്വാസമുണ്ട്, ആരാധിക്കുന്നുണ്ട്, അനുതാപ ഹൃദയം നമ്മളിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ പാടി, കർത്താവേ കറയില്ലാത്ത ഹൃദയം എനിക്ക് ഏകിയിടണമേ എന്ന്. 3 പറയുന്നു, സാൽവേഷൻ വിത്തൗട്ട് ലോഡ്ഷിപ്പ്, അതായത് കർത്തൃത്വമില്ലാത്ത മോക്ഷം, രക്ഷ. 4 പറയുന്നു, ഹെവൻ വിത്തൗട്ട് ഹെൽ, വേദനകളില്ലാത്ത സൗഭാഗ്യങ്ങൾ, എന്നും സന്തോഷം മതി, ദുഃഖങ്ങൾ വേണ്ട. 5 പറഞ്ഞിരിക്കുന്നു, ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അപജയ കാരണങ്ങളുടെ 5 കാരണങ്ങളായി അദ്ദേഹം ഒത്തിട്ട് ഓർപ്പിച്ചെങ്കിൽ ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും ഇത് ചോദ്യങ്ങളായി, മറുപടി തികയ്ക്കാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നു എന്നുള്ളത് നാം ഏവരും ഹൃദയമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനത്തിൽ നിന്ന് ഓർപ്പിക്കുന്നു, ദാവീദ് ഈ വേദനകളിലൂടെയും പരിശോധനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയ ദാവീദ് എന്നോടും നിങ്ങളോടും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്നു, കുഞ്ഞെ, പ്രശ്ന പരിഹാരത്തിന് നീ ഒളിച്ചോടരുത്. 2, നീ പ്രതികാരത്തോട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അരുത്. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിച്ചു തരും. അതിനെ ഓർപ്പിക്കുകയാണ്. 1ഉം 2ഉം അഭികാമ്യമല്ല. 3 പറയുന്നു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതേ ചിന്തയാണ് ആവർത്തന പുസ്തകത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അറ്റം ബോംബിനേക്കാൾ ശക്തമാണ് നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. ഒരു ചിന്തകൻ പറഞ്ഞു, യു ആസ്ക് വിത്ത് ടീയേഴ്സ്, യു സീക്ക് വിത്ത് ഒബീഡിയൻസ് ആൻഡ് നോക്ക് വിത്ത് പേഷ്യൻസ്. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് നിരോധിക്കരുതേ. ദൈവമേ, ബലഹീനതയിൽ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് ഞങ്ങളുടെ യാചനകളെ നൽകുമാറാകണമേ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ എഴുതി നമുക്ക് പരമേൽപ്പിച്ചിട്ടുള്ള ഈ പ്രാർത്ഥനകളൊക്കെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം എടുക്കുവാൻ വയ്യാത്ത ഭാരങ്ങളും വേദനകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ യേശുവിൻ്റെ പാദപീഠമുണ്ട് എന്ന് മനസ്സിലാക്കി അവനിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഈ സംരംഭത്തിലേക്ക് കഴിഞ്ഞ ദിവസം എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് പ്രകാശ് അച്ഛനോടും ഭദ്രാസന ഭാരവാഹികളോടും ഭദ്രാസനത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ദിവസം ഞങ്ങളുടെ ആയുസ്സിൽ നിന്റെ പാദപീഠത്തിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. പലതിനെയും കുറിച്ച് ആശങ്കപ്പെടുന്ന ഈ ലോകത്തിൽ നിന്റെ പാദപീഠം തിരഞ്ഞെടുക്കുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. ആരും നിറഞ്ഞ സന്തോഷത്തോടുകൂടെയോ സമാധാനത്തോടുകൂടെ അല്ല കടന്നു വന്നിട്ടുള്ളത്. ദാവീദ് പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു എന്ന്. കർത്താവേ, ഈ യോഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന നിന്റെ മക്കൾ അവരുടെ ജീവിതത്തിന്റെ വേദനകളും ഭാരങ്ങളും മുള്ളുകളും കഷ്ടതകളും കണ്ണുനീരുമായി അടുത്തു വന്നിരിക്കുമ്പോൾ ഇവരെ നീ ദുഃഖത്തോടെ മടക്കി അയക്കരുതേ. അന്ന ദുഃഖത്തോടെ മടങ്ങി വന്നെങ്കിൽ പിന്നീട് അവിടെ മുഖം വാടിയില്ല. കേട്ട വചനത്താൽ നിന്റെ മക്കളെ ശക്തീകരിക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ, പിതാക്കന്മാരെ വാഴ്ത്തണമേ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ, യുവതി യുവാക്കളെ സന്മാർഗത്തിൽ നയിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വാഴണമേ, സഭയുടെ കൊമ്പുകളെ നീ ഉയർത്തണമേ, ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തണമേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, വന്ദനായ ജേക്കബ് ജോണച്ചന്റെ
അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു. എളിമയുള്ള ഒരു തടാകത്തിന്റെ മുമ്പിൽ ചെന്നിരുന്ന് നിശബ്ദമായി പ്രഭാതത്തിലെ സൂര്യരശ്മികൾ പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉണർവ് പോലെയാണ് പ്രിയപ്പെട്ട അച്ഛൻ ദാവീദിന്റെ ഒരു ധ്യാനം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തിയത്. 55-ാം സങ്കീർത്തനം നമ്മൾ ധാരാളം പ്രാവശ്യം ഈ വേദഭാഗത്തിലൂടെ വായനയുടെ പരപ്പിലും കേൾവിയുടെ കാമ്പിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വിശദാംശങ്ങളെ അല്പം കൂടി ഗൗരവമായി പരിഗണിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രിയപ്പെട്ട അച്ഛനിലൂടെ ശ്രദ്ധേയമായ അവസരം ദൈവം ഒരുക്കി തന്നു. ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടും ചിന്തകന്മാരുടെ താത്വികമായ അവലോകനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആശയങ്ങളെ കോർത്തിണക്കി വളരെ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു, ശാന്തമായി നമ്മളോട് സംസാരിച്ചു. ദാവീദ് ഒരു ധ്യാനമായിട്ടാണ് ഈ കീർത്തനത്തെ എഴുതിയതെന്ന് അച്ഛൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. ശത്രുക്കളുടെ മുമ്പിൽ പതറിപ്പോകാൻ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്ന ഒരു ദാവീദിനെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പരിചയപ്പെടുമ്പോൾ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ അത് ഭയത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ചെന്ന് ജീവിതത്തിന്റെ പ്രത്യാശകളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ധ്വനി വച്ചു പുലർത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു, പ്രത്യാശയുടെ നങ്കൂരം ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതിന് കൃത്യമായൊരു വാക്യം അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. വീണ്ടും നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇത് ദാവീദ് സ്വയം ആശ്വാസം കണ്ടെത്തുവാൻ ദൈവസന്നിധിയിൽ അഭയപ്പെടുമ്പോൾ പറഞ്ഞ വാക്യങ്ങളാണ് അവസാനത്തെ വാക്യങ്ങൾ. യഥാർത്ഥത്തിൽ ദാവീദിന്റെ ജീവിതം മാത്രമല്ല, അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉത്കണ്ഠകളും കടന്നു വരുമ്പോൾ ഇപ്രകാരം നമ്മൾ ചിന്തിക്കാറുണ്ട്: ഭയത്താൽ നമ്മുടെ ജീവിതത്തെ സംഗ്രഹിക്കും, അതല്ല എങ്കിൽ ശത്രുക്കളാലോ മിത്രങ്ങളാലോ നമ്മൾ ചില ജീവിതത്തിന്റെ മേഖലകളിൽ പതറിപ്പോകാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനിലൂടെ ദൈവം തമ്പുരാൻ ഇടയാക്കി സാധിച്ചു. അച്ഛൻ്റെ ത്യാഗനിർഭരമായ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു യാത്ര പോലും അല്പം ഡിലേ ആക്കി ഞങ്ങൾക്ക് വേണ്ടി ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കാണിച്ച ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ആ മനസ്സിന് സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിക്കട്ടെ. ഭദ്രാസന മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഇതിന്റെ ചുമതലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം അച്ഛനെ അറിയിക്കുന്നു. തുടർന്നും അച്ഛൻ്റെ ശുശ്രൂഷകളിൽ അമേരിക്കയുടെ മറ്റു ഭാഗത്തേക്കും ഒക്കെ ദൈവം അച്ഛനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ.